ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ്. പ്രഭാവതി പേടിയോടെ പ്രതാപനോട് പറയുകയാണ്, 16 വർഷം മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം ആ മ്യൂസിക് ബോക്സ്, പിന്നെ ആ പാട്ട്, ഇപ്പോൾ അതാ ഈ കർച്ചീഫും. എനിക്ക് തോന്നുന്നത് പ്രതാപ, ഇതൊന്നും ഒരു നല്ലതിനല്ലെന്നാ. ചേച്ചി നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും ചേച്ചി ആ ചിന്തയ്ക്ക് ഉപേക്ഷിച്ചേക്ക്. ജനറേറ്റർ റെഡിയാക്കാൻ ഇപ്പോൾ ആള് വരും. ചേച്ചി കിടന്നുറങ്ങാൻ നോക്ക്. അത്രയും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രതാപൻ താഴേക്കിറങ്ങുമ്പോൾ ചിലങ്കയുടെ ശബ്ദവും കൂടാതെ ഒരു രൂപവും നടന്നു പോകുന്നത് പ്രതാപൻ കാണുന്നു. പേടിയോടെ നിൽക്കുകയാണ് പ്രതാപൻ. പെട്ടെന്ന് ആ രൂപം പ്രതാപന്റെ നേരെ തിരിയുമ്പോൾ പ്രതാപൻ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. തുടർന്ന് പ്രതാപൻ പേടിയോടെ പ്രഭാവതിയുടെ മുറിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ചേച്ചിക്കല്ലേ പേടിയാണെന്ന് പറഞ്ഞത്? ചേച്ചി ഉറങ്ങിക്കോ, ചേച്ചി ഉറങ്ങുന്നത് വരെ ഞാനിവിടെ കാവലിരുന്നോളാം എന്ന് പറഞ്ഞ് പ്രതാപൻ ചുറ്റും നോക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇല്ല പ്രതാപ, എന്റെ ഉറക്കവും സമാധാനവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്കൊരു തോന്നൽ. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറവും കൂടി ശേഖരനെ ഗോപിനാഥന്റെ മുറിയിലേക്ക് കൊണ്ടു ചെല്ലുന്നതാണ്. ഗോപിനാഥന്റെ അവസ്ഥ കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശേഖരൻ. തുടർന്ന് ശേഖരൻ വിശാലിനോട് പറയുകയാണ്, വിശാൽ സാർ, എന്നെ ഒന്ന് ഇവിടെ ഇരുത്താമോ? ഇത് കേൾക്കുന്ന വിശാല് ശേഖരനെ അവിടെ പിടിച്ചിരുത്തുകയാണ്. തുടർന്ന് ശേഖരൻ ഗോപിനാഥിന്റെ കാലുതൊട്ട് വന്ദിക്കുന്ന കാണുമ്പോൾ വിശാൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്റെ അച്ഛന്റെ കാലുതൊട്ട് വന്ദിക്കുന്നത്? എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്നറിയുമോ വിശാൽ സാറിന്റെ അച്ഛൻ? ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് എത്ര പേർക്കാണെന്നറിയാമോ പുതിയ ജീവൻ കിട്ടിയത്? ഇദ്ദേഹത്തിന് എന്തു പറ്റിയതാണെന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഒരു പാരാലിസിസ് അറ്റാക്ക് വന്നതാണ്. അച്ഛൻ തളർന്നുപോയി. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അച്ഛന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഭേദമാകുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരിക്കലും വിശ്വാസം കൈവിടരുത്, കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയുകയും വേണമെന്നൊക്കെ ശേഖരൻ പറയുന്നു. അത്രയും പറഞ്ഞ് ശേഖരൻ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വിശാൽ പറയുകയാണ്, പാർവതി ഒന്ന് സഹായിക്ക്. വേണ്ട മോളെ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ശേഖരൻ തന്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. തിരിച്ച് ഗായത്രി വില്ലയിലേക്ക് വന്നതിന്റെ സന്തോഷത്തിലാണ് ജാസ്മിൻ. ഇനി കൊതുക് കടി കൊള്ളാതെ AC മുറിയിൽ കിടന്നുറങ്ങാമല്ലോ. എന്താണെങ്കിലും ആ കണ്ണുപൊട്ടനെ കൊണ്ട് എനിക്ക് ആ ഉപകാരമുണ്ടായത്. അതേസമയം സുശീല ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താണെങ്കിലും നീ വന്നത് നല്ല നേരത്ത് തന്നെയാ. നിന്റെ ഐശ്വര്യം കാരണം കരണ്ടും പോയി, ജനറേറ്ററും കംപ്ലൈന്റ്. ആന്റി, ഇനി ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലെ അങ്ങ് മാറ്റാൻ പോവുകയാണ്. പക്ഷേ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ. ആ കണ്ണുപൊട്ടൻ കാരണമാണല്ലോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത് എന്നോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത നാണക്കേടാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ, അയാൾ കാരണം നിനക്ക് ഒരു ഉപകാരം ഉണ്ടായല്ലോ, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകാൻ സാധിച്ചല്ലോ, അത് തന്നെ നല്ല കാര്യമെന്ന് ചിന്തിക്ക്. പിന്നെ നീ ഇപ്പോൾ ആലോചിക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നുമല്ല. നീയേ എന്ത് ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടാണെങ്കിലും അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. ഇതിന് ഇനി സ്പീഡ് മാത്രമല്ല ക്ലാരിറ്റിയും ഉണ്ടാകും. ആന്റി കണ്ടോ? അതിന് ആദ്യം നീ ചെയ്യേണ്ടതേ വിശാലിനെ എങ്ങനെയെങ്കിലും നീ നിന്നെതിക്കാക്കുകയാ ചെയ്യേണ്ടത്. എന്ത് വഴിയിലൂടെ ആണെങ്കിലും അത് നടക്കണമെന്ന് സുശീല പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അത് തന്നെ ആന്റി ഞാനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുടർന്ന് സുശീല പറയുകയാണ്, നിന്നോട് ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ അമേരിക്കയിൽ വളർന്നതൊക്കെയാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇന്നേ വരെ ഒരു പെണ്ണിനും അവനെ വീഴ്ത്താനായിട്ടില്ല. അതുകൊണ്ട് നിന്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും അപാകത വന്നാലേ അവന് നിന്നോട് വെറുപ്പ് കൂടുകയുള്ളൂ. എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഈ വീട് ഭരിക്കാൻ പോകുന്നത് ജാസ്മിൻ ആയിരിക്കും. ജാസ്മിനെ അനുസരിക്കാത്തവരെല്ലാവരും ഈ വീടിന്റെ പുറത്തായിരിക്കും, കണ്ടോ? പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന പാറു എന്തോ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതാണ്. പെട്ടെന്ന് പാറു എഴുന്നേറ്റ് വെള്ളം കുടിക്കുകയാണ്. തുടർന്ന് പാറു ജനൽ തുറക്കുമ്പോൾ അല്ല, ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. പേടിയോടെ പാറു പെട്ടെന്ന് തന്നെ ജനലടയ്ക്കുന്നു. എന്നിട്ട് പാറു പേടിയോടെ കട്ടിലേക്ക് കയറി കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ്. വിപിൻ തനിക്ക് സമ്മാനമായി തന്ന വാച്ച് നോക്കി സ്വപ്നം കാണുകയാണ് പല്ലവി. ഇത് അമ്മ കാണാതെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം, പക്ഷേ എവിടെ ഒളിപ്പിക്കും എന്നൊക്കെ പല്ലവി ആലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അംബിക വരികയാണ്. ഈ അച്ചാറ് കൊണ്ട് നീ ഇപ്പോൾ തന്നെ ശാന്തേച്ചിയുടെ വീട്ടിൽ കൊടുക്കണമെന്ന് അംബിക പറയുമ്പോൾ തന്റെ ഇടത്തെ കൈ നീട്ടുകയാണ് പല്ലവി. ഇടത്തെ കൈയാണോ അസത്തെ നീട്ടുന്നത്? നിന്റെ വലത്തെ കൈ കാണിക്കാൻ അംബിക പറയുമ്പോൾ പല്ലവി തന്റെ കൈ മറച്ചു പിടിക്കുന്നു. തുടർന്ന് അംബിക ബലം പല്ലവിയുടെ കൈ പിടിച്ചു നോക്കുമ്പോൾ കയ്യിലെ വാച്ച് കാണുന്നു. ഇത് ആണുങ്ങൾ കിട്ടുന്ന വാച്ചാണല്ലോ, വില കൂടിയതുപോലെ ഉണ്ടല്ലോ, നിനക്കിത് എവിടെന്നാ കിട്ടിയത്? അത് ഒന്നുമില്ലമ്മയെന്ന് പല്ലവി പറയുമ്പോൾ പല്ലവിയെ പൊതിരെ തല്ലുകയാണ് അംബിക. തുടർന്ന് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന് ഈ വാച്ച് നിനക്ക് എവിടെന്നാ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അമ്പലത്തിന്റെ പറമ്പിൽ കിടന്ന് കിട്ടിയതാണെന്ന് പല്ലവി നുണ പറയുന്നു. എങ്കിൽ മോളെ, ഇത് വീട്ടിലേക്കാണോ കൊണ്ടുവരേണ്ടത്? ഒന്നുകിൽ അവിടുത്തെ ഓഫീസിൽ ഏൽപ്പിക്കണം, ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. നീ എന്തിനാ ഇത് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത്? ഇത് കേൾക്കുന്ന അംബിക പറയുകയാണ്, അച്ഛാ, ഇവള് നുണയാ പറയുന്നത്. അച്ഛനെന്താ മനസ്സിലാകുന്നില്ലേ? ഇവള് അമ്പലത്തിൽ വായി നോക്കി നടന്നപ്പോൾ ഏതെങ്കിലും ചെക്കന്മാരെ കണ്ടു കാണും. എന്നിട്ട് അവരോട് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്നും കാശും വാച്ചുമൊക്കെ കട്ടതായിരിക്കും. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയുകയാണ്, അംബികെ, ഇവൾ ഇവിടുത്തെ കുട്ടിയാണ്. ഇവളെന്താണെങ്കിലും അങ്ങനെയൊന്നും പോകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്.
ഇവൾ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് അംബിക ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശേഖരൻ ഗായത്രിയമ്മയുടെ ഫോട്ടോക്കരികിലേക്ക് പോകുന്നതാണ്. പെട്ടെന്ന് ശേഖരന്റെ കയ്യിൽ നിന്നും ആ വോക്കിംഗ് സ്റ്റിക്ക് താഴേക്ക് വീഴുകയും ശബ്ദം കേട്ട് പാറു ഞെട്ടി എഴുന്നേൽക്കുന്നതുമാണ്. തുടർന്ന് ശേഖരൻ ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ അമ്മയെ ഞാൻ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കെൻ്റെ അമ്മയെ അന്ന് രക്ഷിക്കാനായില്ല. ഈ പാപിയോട് പൊറുക്കണം അമ്മേ. എൻ്റെ അമ്മ ഇരുട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ജീവിതവും ഇരുട്ടിലായമ്മേ. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്.